Hello students, welcome to Sono's Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്ററിലെ മിസ്ലേനിയസ് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 7 മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. log x the whole raised to log x. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ പവർ x വന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും log എടുക്കണം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണ്? Question is equal to y. Okay, so question is equal to y എന്ന് എഴുതി. നമ്മൾ ലോഗ് എടുക്കണം, കാരണം എന്താണ്, നമുക്ക് മുകളിൽ ലോഗ് വന്നിട്ടുണ്ട് അല്ലെ. സോ ടേക്കിംഗ് എന്താണ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, ലോഗ് എടുക്കാൻ പോകണം. അപ്പം എനിക്ക് ഫസ്റ്റ് എന്താണ് ലോഗ് y is equal to log of log x the whole raised to log x. ഓക്കെ, ബ്രാക്കറ്റ് ഒക്കെ ഇട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ അറിയാതെ ബ്രാക്കറ്റ് മിസ്സായി പോയി. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ ആ വലിയ സ്ക്വയർ ബ്രാക്കറ്റ് മിസ്സാക്കിയിട്ടുണ്ട്. സോറി കേട്ടോ, അതിപ്പം ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഞാൻ അറിയാതെ മിസ്സാക്കി പോകുന്നത്, നിങ്ങളത് മനസ്സിലാക്കി എടുത്തോണം കേട്ടോ. ഓക്കെ, log y is equal to ഇങ്ങനെ കിട്ടി. ഇതെന്താണ് ലോഗ് എ റേസ് ടു ബി അല്ലെ. ലോഗ് എ റേസ് ടു ബി ഇസ് ബി ലോഗ് എ. അപ്പൊ ആദ്യം നമ്മുടെ ബി, അതായത് ലോഗ് എക്സ്, ഇത് ഇവിടെ വരും. പിന്നെ ലോഗ് ഓഫ് ലോഗ് എക്സ്. ഓക്കെ അല്ലെ, ദാറ്റ് ഇസ് ലോഗ് വൈ. ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? പ്രോഡക്റ്റ് റൂൾ. ലോഗ് എക്സും ലോഗ് ഓഫ് ലോഗ് എക്സും ആണ് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ? log x into ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. log x ന്റെ ഡെറിവേറ്റീവ് 1/x. ഇവിടെ 1/log x ആണ്. പിന്നെ log x ന്റെ എടുക്കുമ്പോൾ ഒരു 1/x കൂടെ കിട്ടും. പ്ലസ്, ഓക്കെ, പ്ലസ് ഇനി എന്താണ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു log ഓഫ് log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് log x ന്റെ, അതെന്താണ് 1/x. ഓക്കെ, സോ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ വരുന്നത്? 1/y into dy/dx. ഓക്കെ, സോ എന്താണ് ഇവിടെ log x ഉണ്ട്, ഇവിടെ log x ഉണ്ട് അല്ലെ. സോ നമുക്ക് എന്താണ് ഈ log x നെ ഈ log x നെ കൂടെ ക്യാൻസൽ ചെയ്തേക്കാം. ഓക്കെ, സോ ബാക്കി എന്ത് വരും? നമുക്ക് dy/dx എന്ന് ആണ് വേണ്ടത്. that is equal to y into this full thing അല്ലെ. y എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ y. ഓക്കെ, that is log x the whole raised to log x into, okay, ഇത്രയും സംഭവം അല്ലെ. 1/x പ്ലസ് log of log x by x, അല്ലെങ്കിൽ all x എന്നിട്ടാലും മതി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. cos of a cos x plus b sin x. ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ is equal to y എന്ന് എടുത്തു. ഇനി എന്താണ് dy/dx കാണുകയാണ്. ഓക്കെ, സോ കോസിന്റെ ആദ്യം എടുക്കുക. കോസിന്റെ എന്താണ് മൈനസ് സൈൻ. ഓക്കെ, സോ മൈനസ് സൈൻ ഓഫ് ഇത് ഫുൾ അതുപോലെ a cos x പ്ലസ് b sin x ഇൻറ്റു എന്ത് ചെയ്യണം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടേ? ഇൻറ്റു d/dx ഓഫ് a cos x പ്ലസ് b sin x. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാ? മൈനസ് സൈൻ ഓഫ് a cos x പ്ലസ് b sin x into d/dx ഓഫ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ d/dx കൊടുക്കുമ്പോൾ a ഉണ്ട്. ഓക്കെ, കോസിന്റെ എന്താ മൈനസ് സൈൻ ആണ്. ഓക്കെ, മൈനസ് സൈൻ എക്സ് പ്ലസ് ബി സൈനിന്റെ കോസ് എക്സ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്, കൊച്ചു ക്വസ്റ്റ്യൻ അല്ലേ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9. y is equal to sin x minus cos x the whole raised to sin x minus cos x. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് മുകളിൽ എക്സ് ടേംസ് ഉണ്ട്. സോ വി ഹാവ് ടു ടേക്ക് ലോഗ്. ഓക്കെ,
So we are taking log on both sides. Okay. So നമ്മളിവിടെ log എടുത്തു. Log y is equal to log of, just നിങ്ങളൊന്ന് എഴുതട്ടോ, taking log on both sides. Okay. So it's log of sin x minus cos x the whole raised to sin x minus cos x. Okay അല്ലേ? സോ ഇനി എന്താണ് log a to the power b എന്ന് വെച്ചാൽ b log a, b sin x. നിങ്ങൾ ജസ്റ്റ് ഇവിടെ എഴുതുക കേട്ടോ, log a raised to b is equal to b log a. Okay, so b എന്താണ് sin x minus cos x ആണ്, log ഇത് sin x minus cos x. Okay അല്ലേ? ഇനി നമ്മൾ എന്താണ് taking derivative on both sides. Okay, differentiating both sides. Okay, differentiating both sides with respect to x. Okay, അപ്പോൾ ഇവിടെ എന്തായാലും 1 by y into dy by dx എന്ന് വരും. ഓക്കെ, ആൻഡ് ഇവിടെ എന്താണ് നമ്മൾ പ്രോഡക്റ്റ് റൂൾ ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഫസ്റ്റ് എന്താണ് sin x minus cos x into ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ലോഗിന്റെ 1 by x ആണ്, എക്സിന്റെ പ്ലേസിൽ 1 by sin x minus cos x. ഓക്കെ, into എന്താണ് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന sin x minus cos x നെ കൂടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടേ. സോ sin x ന്റെ cos x വരും, cos x ന്റെ minus sin x വരും, ഓൾറെഡി മൈനസ് ഉണ്ട്, സോ പ്ലസ് sin x. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോഗ് ഓഫ് sin x മൈനസ് cos x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ഇത് sin x ന്റെ cos x, cos x ന്റെ എന്താണ് മൈനസ് sin x. സോ എന്ത് വരും, ഇത് അടുത്ത ഇത് ഡിനോമിനേറ്റർ ഉള്ള അടുത്ത ഇത് നേരെ എഴുതാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഇൻറ്റു എന്താണ് sin x ൻ്റെത് cos x മൈനസ് ഓൾറെഡി ഇവിടെ മൈനസ് ഉണ്ട്, സോ പ്ലസ് sin x എന്ന് വരും. ഓക്കെ അല്ലേ? സോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ, sin x മൈനസ് cos x ഉം sin x മൈനസ് cos x ഉം കൂടെ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഒരു cos x പ്ലസ് sin x ഉണ്ട്, ഇത് ഇവിടെ എന്താണ് ഒരു cos x പ്ലസ് sin x ഉണ്ട്, നേരെ എഴുതുന്നത്. ഇവിടുത്തെ cos x പ്ലസ് sin x നെ ഇവിടുത്തെ cos x പ്ലസ് sin x നെ ഞാനൊന്ന് കോമൺ എടുക്കുകയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു cos x പ്ലസ് sin x നെ ഞാൻ എന്ത് ചെയ്തു, കോമൺ എടുത്തു. ബാക്കി എന്തുണ്ട് ഇവിടെ, ഇവിടെ 1 പ്ലസ് ലോഗ് ഓക്കെ sin x മൈനസ് cos x, ബ്രാക്കറ്റ് ഒക്കെ ഞാൻ ക്ലോസ് ചെയ്ത് നോക്കണം. ഓക്കെ, സോ sin x മൈനസ് cos x, ദാറ്റ് ഈസ് 1 by y into dy by dx. ഓക്കെ അല്ലേ? സോ ഇനി എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് dy by dx കണ്ടാൽ മതി അല്ലേ. സോ dy by dx എന്ന് വെച്ചാൽ എന്താണ്, dy by dx എന്ന് വെച്ചാൽ y നെ ഞാൻ എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, therefore dy by dx is equal to y എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ, sin x മൈനസ് cos x the whole raised to sin x മൈനസ് cos x into ഇവിടെ ഓൾറെഡി എന്താണ് ഒരു cos x പ്ലസ് sin x ഉണ്ട്, into cos x പ്ലസ് sin x. ഓക്കെ, into എന്താണ് ബാക്കിയുള്ള അത്രയും 1 പ്ലസ് log of sin x minus cos x. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 10, x raised to x plus x raised to a plus a raised to x plus a raised to a. കുറേ ടേംസ് ഉണ്ട്, ഒരുമിച്ച് ലോഗ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, നമുക്ക് ലോഗ് എ പ്ലസ് ലോഗ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മളത് ഡിസ്കസ് ചെയ്താണ് നേരത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഇതിനെ സോൾവ് ചെയ്യാൻ പോകണം. അപ്പൊ ഫസ്റ്റ് ഞാൻ എന്താണ് ഇതിനെ എടുത്തു, എക്സ് റേസ് ടു എക്സിനെ. ഓക്കെ, സോ എക്സ് റേസ് ടു എക്സ് എന്ന് പറയുമ്പം
ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് എന്താണ് ഞാൻ യു എന്നും കൊടുത്തു, യു ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ്. ഓക്കെ, യു ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ്. ഇനി ഞാൻ ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തെടുക്കണം? ലോഗ് എടുക്കണ്ടേ എനിക്ക് അപ്പുറം ഇപ്പുറം. കാരണം എക്സ് റേസ് ടു മുകളിൽ എക്സ് വരുന്നുണ്ട്. അപ്പം ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്, ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, സോ എന്താണ് ലോഗ് എടുത്തു. ഫസ്റ്റ് ലോഗ് യു ഇസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ലോഗ് എക്സ് എന്ന് വരത്തില്ലേ, കാരണം എ ലോഗ് എ റേസ് ടു ബി ഇസ് ബി ലോഗ് എ ആണ്. സോ എക്സ് ഇവിടെ വരും, ലോഗ് എക്സ്. ഓക്കെ, ഇനി എന്താണ് 1/u ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഇസ് 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് വരും. ഓക്കെ, സോ എക്സ് എക്സും കൂടെ ക്യാൻസൽ ആയി നമ്മുടെ ആൻസർ 1 പ്ലസ് ലോഗ് എക്സ് ആണ്. ഇത് ഡി യു ബൈ ഡി എക്സ് ഇൻറ്റു 1/u ആണ്. therefore du by dx എന്ന് പറഞ്ഞാൽ എന്താണ്? u ഇൻറ്റു യു എന്ന് വെച്ചാൽ എന്താണ്? എക്സ് റേസ് ടു എക്സ്. സോ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് ആണ് എന്ത്? du by dx. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ രണ്ടാമത്തെ ടേം എടുക്കാണ്, എക്സ് റേസ് ടു എ. അതിനെ നമ്മൾ എങ്ങനെയാ ചെയ്യുക? എക്സ് റേസ് ടു എനെ എങ്ങനെയാ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? അപ്പം ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ അതിനെ വി എടുത്തു എന്ന് വെച്ചു. വി ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എ. എക്സ് റേസ് ടു എനെ എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? എക്സ് റേസ് ടു എ എന്ന് വെച്ചാൽ എക്സ് റേസ് ടു സം കോൺസ്റ്റന്റ് വാല്യൂ എന്നല്ലേ അർത്ഥം. അതായത് ഒരു എക്സ് റേസ് ടു 2 എന്ന ഒരു മീനിങ്ങേ ഉള്ളൂ ഇതിന്, അല്ലെങ്കിൽ ഒരു എക്സ് റേസ് ടു 3 എന്നൊരു മീനിങ്ങേ ഉള്ളൂ ഇത്. എക്സ് റേസ് ടു സം കോൺസ്റ്റന്റ്. സോ നമ്മളിപ്പോ എക്സ് റേസ് ടു 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡി ബൈ ഡി എക്സ് എടുക്കുമ്പോൾ എന്താ വരുന്നത്? 3x സ്ക്വയർ എന്നല്ലേ വരുന്നത്. അതുപോലല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ത് വരും? എ ഇവിടെ വരും, എക്സ് റേസ് ടു എ മൈനസ് 1 അല്ലെ. ഇത് 3 മൈനസ് 1 ആണ് 2. ഓക്കെ, അപ്പൊ നമുക്ക് ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? എ എക്സ് റേസ് ടു എ മൈനസ് 1. ഓക്കെ, അതാണ് നമ്മുടെ ഡി വി ബൈ ഡി എക്സ്. ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇതിനെ ഞാൻ യു എന്ന് എടുത്തു, ഇതിനെ ഞാൻ വി എന്ന് എടുത്തു. ഓക്കെ, ഇനി അടുത്തത് എ റേസ് ടു എക്സ്. എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യു വി ഡബ്ല്യു എന്ന് എടുത്തു. ഡബ്ല്യു ഇസ് ഈക്വൽ ടു എ റേസ് ടു എക്സ്. എ റേസ് ടു എക്സ് നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഡയറക്റ്റ് എന്താണ് ചെയ്യാൻ പറ്റും? ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എ റേസ് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എ റേസ് ടു എക്സ് ലോഗ് എ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡയറക്റ്റ് ആണ് എ റേസ് ടു എക്സ് ലോഗ് എ, ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. d by dx of a raised to x is a raised to x log a ആണ്. ഓക്കെ, സോ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 കിട്ടി. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. ഇതെന്ന് വെച്ചാൽ എ റേസ് ടു എ. എ റേസ് ടു എ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. എയും കോൺസ്റ്റന്റ് ആണ്, റേസ് ടു എയും കോൺസ്റ്റന്റ് ആണ്. എന്തായിരിക്കും ഇപ്പൊ ആൻസർ? 0 ആയിരിക്കും അല്ലെ. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടും. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? therefore this is equal to y ആണ് അല്ലെ. ഈ y എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തത് പ്ലസ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തത് പ്ലസ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തത് പ്ലസ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തത് അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു y എന്നല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു y അല്ലെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ therefore dy by dx is equal to 1 plus 2 plus 3. 1 plus 2 plus 3. ഓക്കെ, സോ നമ്മുടെ ഫൈനൽ ആൻസർ എങ്ങനെ വരും? ഇങ്ങനെ വരും. therefore dy by dx is equal to ഇതാണ് നമ്മുടെ 1 x raised to x into 1 plus log x. ഓക്കെ, ഇനി 2 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് a x raised to a minus 1. ഓക്കെ, പ്ലസ് a raised to x log x അല്ലെ. a raised to x log x plus a raised to x ഓക്കെ, a raised to x log x അല്ല, a raised to x log a ആണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. d by dx of a raised to x a raised to x log a ആണ്. ഓക്കെ, സോ a raised to x log a, a raised to x log a പ്ലസ് ഇതെന്താണ്? 0 ആണ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ.
Okay, that is dy by dx is x raised to x into either plus either plus either. Okay, so dy by dx of a raised to x is a raised to x. പിന്നെ log ഈ a ന്റെ log ആണ് നമ്മൾ എഴുതുന്നത്, log a. Okay, so നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11. ഓക്കെ, സോ ഇതിന്റെ മുകളിലും എക്സ് ടേം വന്നിട്ടുണ്ട്, ഇതിന്റെ മുകളിലും എക്സ് ടേം വന്നിട്ടുണ്ട്. സോ നമ്മൾ എന്താണ് സെപ്പറേറ്റ് എടുത്തിട്ട്, അതായത് നമ്മുടെ യുവും വി എന്നും സെപ്പറേറ്റ് എടുത്തിട്ട് നമുക്ക് ലോഗ് എടുത്തിട്ട് ചെയ്യാം. ഈ ടൈപ്പ് പ്രോബ്ലം ആണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം ഇസ് ഈക്വൽ ടു വൈ. ഇപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, യു പ്ലസ് ഇതിനെ നമ്മൾ വി ഇസ് ഈക്വൽ ടു വൈ എന്ന് എഴുതി. യു ഇസ് ഈക്വൽ ടു എന്താ, എക്സ് റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് 3 and v is equal to x minus 3 the whole raised to x square എന്ന് എഴുതി. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താ, therefore du by dx plus dv by dx is equal to dy by dx, equation number 1. ഓക്കെ, ഇനി നമ്മൾ യുവിനെ സെപ്പറേറ്റ് എടുത്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് യു. യു ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് 3 ആണ്. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, സോ ലോഗ് എടുക്കുന്നത് ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, ഇവിടെ ലോഗ് എടുക്കുമ്പോൾ log u is equal to log x raised to x square minus 3 എന്ന് വരും. ഓക്കെ, സോ log a raised to b എന്ന് പറഞ്ഞാൽ b log a ആണ്. സോ ദാറ്റ് ഇസ് x square minus 3 log x എന്ന് വരും. ഓക്കെ, ദാറ്റ് ഇസ് log u. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് എന്താണ്, നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 3 ഇൻറ്റു ലോഗ് എക്സ്. ഓക്കെ, സോ എന്താണ്, നമ്മൾ ഇവിടെ പ്രോഡക്റ്റ് റൂൾ ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. ഇവിടെ എന്താ വരും, 1 by u ഇൻറ്റു du by dx. ഓക്കെ, സോ 1 by u ഇൻറ്റു du by dx is equal to, ഇനി ഫസ്റ്റ് പ്രോഡക്റ്റ് റൂൾ, ഫസ്റ്റ് എന്താണ്, എക്സ് സ്ക്വയർ മൈനസ് 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ലോഗ് എക്സിന്റെ എന്താണ് 1 by x ആണ്, പ്ലസ് സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് എന്താണ് log x ആണ്, ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 3. എക്സ് സ്ക്വയർ മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 2x വരും. ഓക്കെ അല്ലേ? സോ എന്താണ്, therefore du by dx എന്ന് വെച്ചാൽ u ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആവും അല്ലേ. therefore du by dx is equal to u എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, u x raised to x square minus 3. So x raised to x square minus 3 into ഇത്രയും ടേംസ് x square minus 3 divided by ഒരു x ഉണ്ട്. So divided by x plus 2x log x. 2x log x. So ഇതാണ് നമ്മുടെ du by dx. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് du by dx കിട്ടി. ഇനി നമുക്ക് എന്താണ്, v എടുത്തിട്ട് നമുക്ക് v നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനപ്പോ ഇത് റബ്ബ് ചെയ്യാണ്, കാരണം നമുക്ക് dv by dx കൂടെ ആഡ് ചെയ്താലല്ലേ dy by dx കിട്ടത്തുള്ളൂ. ഓക്കെ, സോ v is equal to, v എന്ന് വെച്ചാൽ എന്താണ്, x minus 3 the whole raised to x square ആണ്. ഓക്കെ, സോ ടേക്കിംഗ് ഇവിടെ എന്താണ്, നമുക്ക് ലോഗ് എടുക്കണം അല്ലേ. ടേക്കിംഗ് ലോഗ് ഓൺ both sides അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ log b is equal to log x minus 3 raised to x square എന്ന് പറഞ്ഞു. log a raised to b എന്ന് പറഞ്ഞാൽ b log a ആണ്. so that is x square log of x minus 3. okay അല്ലേ. so that is log v. ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 by v into dv by dx that is equal to, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. സോ ഫസ്റ്റ് ഇൻറ്റു log x ന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 by x that is 1 by x minus 3. ഇവിടെ x minus 3 ആണ്, നമ്മൾ v നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് 1 കിട്ടത്തുള്ളൂ. ഓക്കെ, സോ
പ്ലസ് സെക്കൻഡ് എന്താണ് ലോഗ് ഓഫ് എക്സ് മൈനസ് 3 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും 2x കിട്ടും അല്ലേ. സോ 2x കിട്ടി. ഓക്കെ, ഇനി നമുക്ക് dv therefore dv by dx therefore dv by dx എന്ന് പറഞ്ഞാൽ എന്താണ് v into v എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. എന്താ v എന്ന് വെച്ചാൽ x minus 3 the whole raised to x square. Okay, so x minus 3 the whole raised to x square into first x square by x minus 3 x square by x minus 3 plus log x minus 3 into 2x അല്ലെങ്കിൽ plus 2x log x minus 3. So plus 2x log x minus 3. സോ നമുക്ക് എന്താണ് ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 1ലേക്ക് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, therefore dy by dx is equal to എന്താണ് this one plus this one. ഓക്കെ, അതായത് du by dx plus dv by dx. സോ എന്താണ് that is equal to x raised to x square minus 3 into x square minus 3 by x plus 2x log x. Okay, plus എന്താണ് ഈ ടേം പ്ലസ് ഇത്രയും ടേംസ് അല്ലേ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, റബ്ബ് ചെയ്ത് കുറച്ചുകൂടെ വൃത്തിയായിട്ട് എഴുതാം. അപ്പൊ നമ്മൾ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതായത് ഇതേ പ്ലസ് ഇത്. ഓക്കെ, എക്സ് റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് 3 അതിന്റെ കൂടെ ഉള്ളത് പ്ലസ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. So students, if you like my videos, please like, share and subscribe my channel. Thank you so much.